രാവിലെ കുഞ്ഞാറ്റ ഇതാട്ടോ ചായ കുടിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ. ചായ അല്ല, കടി മാത്രം കേട്ടോ. ഒന്ന് ദോശയായിരുന്നു കേട്ടോ ഒന്ന് രാവിലെ. അപ്പൊ ദോശയൊക്കെ ഉണ്ടാക്കുന്ന വീഡിയോ ഒന്നും എടുക്കാനൊന്നും പറ്റിയില്ല കേട്ടോ. അപ്പൊ രാവിലെ വെള്ളം ഉണ്ടായിരുന്നില്ല. അപ്പൊ വെള്ളത്തിന്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇറങ്ങലും കയറലൊക്കെ ആയിരുന്നു കേട്ടോ. പൈപ്പിൽ വെള്ളം കുറച്ച് കമ്മിയായിരുന്നു. അപ്പൊ അങ്ങനെ എന്റെ കുട്ടി അതാ അവിടെ ദോശയൊക്കെ കഴിച്ചുകൊണ്ട് ടിവിയും കണ്ടുകൊണ്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പത്തിന് ഞാൻ എന്ത് ചെയ്തു എന്നറിയാം, എന്റെ ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അമ്മയുടെയും ചായ കുടിയൊക്കെ കഴിഞ്ഞു. അമ്മ ആദ്യം പോയിട്ട് രാവിലെ കുളിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കുളിച്ചിട്ട് അങ്ങനെ വന്നിട്ടാണ് അമ്മ ചായ കുടിയൊക്കെ കഴിഞ്ഞു. അപ്പൊ അങ്ങനെ ഞാൻ എന്തായാലും ഇനി വെള്ളമൊക്കെ അടുപ്പത്ത് വെച്ച് എന്തായാലും തീയൊക്കെ കത്തിച്ചിട്ടുണ്ട് കേട്ടോ അമ്മ. അപ്പോഴത്തേന് ഞാൻ എന്തായാലും ഒന്ന് അടിച്ചു വാരട്ടെ എന്നൊക്കെ പറഞ്ഞിട്ടേ. അപ്പൊ നല്ല പൊടിയാണ് കേട്ടോ. നമ്മൾ ഈ നിലമൊന്നും നേരാക്കാത്തോണ്ട് ഭയങ്കര പൊടിയാണ് കേട്ടോ. അപ്പൊ നമ്മൾ ദിവസം ഇങ്ങനെ നല്ല മാറാലി അതും ഇതൊക്കെ തട്ടിട്ട് നമ്മൾ ഡെയിലി നമ്മൾ 2 നേരം 3 നേരം 4 നേരമൊക്കെ അങ്ങനെ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല പുഴി ഉണ്ടാവില്ല കേട്ടോ. പിന്നെ നമ്മൾ ഈ നില അങ്ങനെ നമ്മൾ ഈ ചുമരൊക്കെ തേക്കുന്ന സമയത്ത് ഈ മട്ടിയൊക്കെ വീണിട്ടുണ്ടാകുന്നില്ലേ, അതൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ അടിച്ചു വാരി എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പൊ ഇങ്ങനെ നടക്കുമ്പോഴൊക്കെ ഇത് ഭയങ്കര പൊടിഞ്ഞു വരിക. അപ്പൊ അങ്ങനെയൊക്കെ അതൊക്കെ കഴിഞ്ഞ് ആഴ്ചകാലൊക്കെ കഴിഞ്ഞിരിക്കുമ്പോഴാണ് കേട്ടോ നമ്മുടെ തുണിക്കാരൻ ചേട്ടൻ വന്നത് കേട്ടോ. അപ്പൊ അങ്ങനെ നമ്മളെന്തായാലും ചേട്ടൻ്റെ അടുത്ത് നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ കുറെ ദിവസമായിട്ടോ മാക്സിയൊക്കെ ഒന്ന് 2 എടുക്കണം എന്നൊക്കെ വിചാരിച്ചിട്ട് കേട്ടോ. അപ്പൊ ഒന്നിനും സമയം കിട്ടുന്നുണ്ടായിരുന്നില്ല. പുറത്തൊക്കെ പോയിട്ട് നമ്മൾ എടുക്കുകയെന്നുണ്ടെങ്കിലും നമുക്ക് സമയം വേണ്ടേ. പിന്നെ ഇപ്പൊ രാജേട്ടന് തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് പണി മാറ്റി വരുമ്പോഴത്തേനൊക്കെ വഴുകൂട്ടോ. പിന്നെ അങ്ങനെ വണ്ടിയും കൊണ്ട് പോകുമ്പോൾ പിന്നെ സമയം കിട്ടാറില്ല. അപ്പൊ അങ്ങനെ ഇന്ന് കുറെ ഡെയിലി ആഴ്ചതിയെ പോകുന്നുണ്ടെങ്കിൽ നമ്മളിത് കുറേ കാലം മുന്നുള്ള ചേട്ടനാട്ടോ. ഞാനൊക്കെ കുഞ്ഞതിലാവുമ്പോ ഇവര് ഇതിയെ വരുന്നതാട്ടോ തുണിയും കൊണ്ട്. അപ്പൊ അങ്ങനെ അമ്മ കുഞ്ഞാറ്റേനെയും കൊണ്ട് വന്നായിരുന്നു. നല്ല വെയിലും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അങ്ങനെ ഞങ്ങള് 2 മാക്സിയൊക്കെ നോക്കി എടുത്തു. അങ്ങനെ ഞങ്ങൾ ഇങ്ങോട്ട് പോന്നു കേട്ടോ. ഞാൻ ആദ്യം ഇറങ്ങി പോന്നു, കുഞ്ഞാറ്റ അമ്മയുടെ അടുത്തായിരുന്നു കേട്ടോ. അപ്പൊ അമ്മ എന്തായാലും അവളെയും കൊണ്ട് ഇങ്ങോട്ട് പോന്നു കേട്ടോ. അങ്ങനെ അമ്മ അവളെയും കൊണ്ട് പോന്നിട്ട് ഇതാ അവള് അവിടെ TV കണ്ടോണ്ടിരിക്കുക കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് അമ്മ അരിയൊക്കെ അടുപ്പത്തിട്ടിട്ട് ഇതാ മുറ്റത്തെ പുല്ലൊക്കെ ഒന്ന് പറിച്ചു കളയാലോ പറഞ്ഞിട്ട് അമ്മമ്മയും കുട്ടിയും കൂടി അങ്ങോട്ട് ഇറങ്ങിയിരിക്കുക കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് ഞാൻ എന്ത് ചെയ്തു, അവളെ ഒന്ന് കുളിപ്പിക്കുകയൊക്കെ ചെയ്തു. അവൾക്ക് കഴിക്കാനൊക്കെ കൊടുത്ത് അങ്ങനെ അവളൊന്ന് കുറച്ചു നേരം ഒന്ന് ഉറങ്ങട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അവളെ ഉറക്കാൻ കിടത്തിട്ടോ. അങ്ങനെ കുറച്ചു നേരം അവൾ ഉറങ്ങുകയും ചെയ്തു കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് നീച്ച് വന്നപ്പോഴത്തേനും പാവ അമ്മ തക്കാളി ചാറൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കണം. പിന്നെ തലേ ദിവസം പൊരിച്ച ഉണക്കല മീൻ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഞാൻ എണീറ്റ് കുറച്ച് ചോറൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ആ വെയിലത്ത് പോയി നിന്നിട്ട് എന്താണെന്നറിയില്ല കേട്ടോ, ഭയങ്കര തലവേദന. ആ തലവേദന കാരണം ഞാൻ കുട്ടീനെ കടത്തി ഉറക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇരുന്നതാട്ടോ. ഞാനും ഒന്ന് കണ്ണടച്ചു പോയിട്ടോ. പിന്നെ എണീച്ചത് ഞാൻ ഉച്ചയായിരിക്കണം, 1 മണിയൊക്കെ ആവാനായപ്പോഴാട്ടോ എണീറ്റ്. അപ്പൊ അങ്ങനെ എണീറ്റു അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചു. കുട്ടിക്ക് ആദ്യം കഴിക്കാൻ കൊടുത്തുട്ടോ. അവൾക്ക് കഴിക്കാനൊക്കെ കൊടുത്ത് അവളുടെ ചെറിയും വായൊക്കെ കഴിച്ച് അതിന് ശേഷം ഞാൻ കഴിക്കായിരുന്നു കേട്ടോ. അതാണ്ട് നമ്മുടെ ശിങ്കിടികള് സുന്ദരക്കുട്ടപ്പന്മാര് കണ്ടോ, നാളത്തെ ഭാവി തലമുറകളാണ് പറയുക. നമ്മൾ പറയില്ലേ നാളത്തെ താരങ്ങളാണ് എന്നൊക്കെ പറയില്ലേ, അതുപോലെ നമ്മുടെ കില്ലാടികളാണ് കേട്ടോ. നമ്മുടെ കിങ്ങിണിപ്പട്ടിയുടെ മക്കളാണേ. അപ്പൊ 2-3 പേര് ഞാൻ കഴിക്കണപ്പോ വന്നതാണേ. അപ്പൊ അവർക്കുള്ള ചോറ് അവിടെ മാറ്റിയിട്ട് അവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് കഴിക്കാതെ ഞാൻ കഴിക്കുന്നുണ്ടപ്പോ അവരെല്ലാരും കൂടി ഞങ്ങളുടെ അടുത്തേക്ക് വരിക കേട്ടോ. അപ്പൊ അങ്ങനെ ധോനി ബേബി അവരോടൊക്കെ കുറച്ചേരം അങ്ങനെ കുശലൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാൻ പിന്നെ വീണ്ടും പോയിട്ട് അവൾക്ക് ഡ്രസ്സും കാര്യങ്ങളും എൻ്റെ ഡ്രസ്സും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അതൊക്കെ ഒന്ന് തിരുമ്പണം എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ കുട്ടീനെ TV ഏതായാലും അവള് വെറുതെ ഇരിക്കുകയല്ലേ, എന്തെങ്കിലും കഴിക്കാൻ കൊടുക്കാലോ എന്നൊക്കെ പറഞ്ഞ് നോക്കുമ്പോഴേട്ടോ അപ്പൊ കഴിഞ്ഞ ദിവസം കൊണ്ടുവന്നൊരു ഫ്രൂട്ട്സിന്റെ മറ്റേ ചുമന്ന കായല്ലേ, അപ്പൊ അതുണ്ടായിരുന്നു കേട്ടോ, അനാറ്. എനിക്ക് എപ്പോഴാ വേണ്ടപ്പോ അതിന്റെ പേര് കിട്ടുകയില്ല കേട്ടോ, ചിലപ്പോൾ മറന്നേ പോവും. പിന്നീടാണെങ്കിൽ ഓർക്കുമ്പോഴാണ് പിന്നെ അതിന്റെ പേര് ഓർമ്മ കിട്ടുള്ളൂ കേട്ടോ. അപ്പൊ അങ്ങനെ അത് ഒരെണ്ണം ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഞാൻ വിചാരിച്ച് കേടുവന്ന് പോയോ, കുറെ ദിവസമായി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പൊളിച്ചു നോക്കുമ്പോട്ടൊക്കെ കഴുകി പൊളിച്ചൊക്കെ നോക്കുമ്പോ കേടൊന്നുമില്ല കേട്ടോ. പിന്നെ ഞാൻ എന്തായാലും അതൊന്ന് തൊലിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അവളതിരുന്ന് കഴിച്ചോളുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു വെച്ചിട്ടാ, അപ്പോൾ അതൊന്ന് തൊലിച്ചു കൊടുക്കാന്ന് വിചാരിച്ചു അതൊക്കെ എടുത്ത് തൊലിക്കുകയാണ് കേട്ടോ. ഇതിനിടയിൽ അവള് വന്നിട്ട് ബഹളം വയ്ക്കന്നെ, തായോ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഇതെല്ലാം കൂടി തൊലിച്ച് കഴിഞ്ഞിട്ട് പാത്രത്തോട് കൂടി കൊടുക്കാലോ എന്നൊക്കെ വിചാരിച്ചിട്ട് അവളിനെ അവിടെ കൊണ്ടുപോയിട്ട് കസാരയിൽ ഇരുത്താലോ എന്നൊക്കെ വിചാരിച്ചിട്ടോ. ആദ്യം ക്ഷമ കെട്ടുക്കണു കുട്ടിക്ക് ഇട്ടോ. ഞാനിതിങ്ങനെ നുള്ളിപ്പെറുക്കി കേടുള്ളതൊക്കെ ഇടയ്ക്ക് ഓരോ അല്ലികളൊക്കെ ഇങ്ങനെ കേടുണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് മാറ്റി കളഞ്ഞിട്ട് അങ്ങനെ ഓരോന്ന് എടുത്ത് വെക്കുകയായിരുന്നു കേട്ടോ. അപ്പൊ അവക്കിത് ഞാനിത് ഈ അല്ലി പെറുക്കിയിടുമ്പോഴത്തേന് അവൾക്ക് ക്ഷമയില്ല. എന്നിട്ട് ഒരു 2-3 പ്രാവശ്യം വന്നിട്ട് എന്റെ കയ്യിൽ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവള് പാത്രം വലിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ പെട്ടെന്ന് ഇപ്പൊ തരാന്നൊക്കെ പറഞ്ഞിട്ട് സോപ്പിട്ട് അങ്ങനെ അവളെ നിർത്തിയിട്ടോ. അങ്ങനെ പെട്ടെന്ന് എന്തായാലും അതൊക്കെ നന്നാക്കി എടുത്തു അവൾക്ക് കഴിക്കാനും കൊടുത്തിട്ട് ഇനിയിപ്പോ എന്തായാലും കുറച്ച് തിരുമ്പാനൊക്കെ ഉണ്ട് കേട്ടോ. ഞാന് തല നനയ്ക്കുന്നില്ല എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് കേട്ടോ. നല്ല വെയിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ വെയിലൊക്കെ മങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ എന്തായാലും ഇനി തല നനയ്ക്കാന്ന് വിചാരിച്ചതാണ് രാവിലെ. അപ്പൊ ഇനി തല നനയ്ക്കുന്നില്ല കേട്ടോ.
ഇനി അങ്ങനെ വിചാരിക്കുന്നുണ്ട് കേട്ടോ. ഇനി അവിടെ പോയിട്ട് എന്താ പ്ലാൻ എന്ന് അറിയില്ല കേട്ടോ. അലക്കാനുണ്ട്. അലക്കലൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേനും ഇപ്പോൾ പ്ലാന് മാറുമെന്നുള്ളതും പറയാൻ പറ്റില്ല കേട്ടോ. അലക്കിയിട്ട് അങ്ങനെ കുളിക്കും വേണം. അപ്പോൾ എൻ്റെ ഡ്രസ്സും അമ്മയുടെ ഡ്രസ്സും മോളുടെ ഡ്രസ്സും ഒക്കെ ഉണ്ട് കേട്ടോ, കുറേ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് അലക്കി എടുക്കുമ്പോഴത്തേനും സമയം കുറച്ചാവുമല്ലോ. അപ്പോൾ ഇവിടെ പാട്ടിലും ചൂട്ടിലൊക്കെ ആക്കി ഇങ്ങോട്ട് നിർത്തിയിട്ടുണ്ടെങ്കിൽ എന്താ അറിയും, ഒരു സമാധാനം. അമ്മ ഇവിടെ ഉണ്ട്, അമ്മ അവിടെ കിടക്കുകയാണ് കേട്ടോ. എന്നാലും അവിടെ അമ്മ ഉണ്ട്, ശ്രദ്ധിക്കല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടേ. അപ്പോൾ ഞാൻ എന്തായാലും ഇന്ന് അലക്കിയിട്ട് വരുമ്പോഴത്തേന് ഇവിടെ അങ്ങനെ ഇരുത്തിയ ഒരു സമാധാനമാണ്. എന്തെങ്കിലും കഴിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും, TV കാണും ചെയ്യും. കണ്ടോ, വന്ന് ബഹളം വെക്കുക, ഹായ് പറയാണ് കേട്ടോ. അവൾക്കൊരു ഹായ് കൊടുക്കണം എല്ലാവരും. പക്ഷെ അവളെ കാണുന്നില്ല കേട്ടോ, ക്യാമറ വെച്ചിരിക്കുന്നത് കുറച്ച് ഉയരത്തിലാണ്. കണ്ടോ, ഹായ് വേണമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. ഞാൻ അലക്കലും കുളിയൊക്കെ കഴിഞ്ഞു വന്നു. അപ്പോഴത്തേന് രാശേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. രാശേട്ടൻ വരുമ്പോൾ ഒരു പാക്കറ്റ് പാല് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുഞ്ഞാറ്റേനെ മേലൊക്കെ കുളിപ്പിച്ച് അവളെ പുറപ്പിടിപ്പിച്ചിട്ട് ഏട്ടൻ കൊണ്ടുപോയി കേട്ടോ. അങ്ങനെ ഏട്ടനെ അങ്ങോട്ട് വീട്ടിലേക്ക് കൊണ്ടുപോയി. അപ്പം എന്തായാലും ഇനിയിപ്പോൾ ഞാനും അമ്മയും മാത്രമല്ലേ ഉള്ളൂ. കുളിയൊക്കെ കഴിഞ്ഞു വന്ന് ഞാൻ പറഞ്ഞില്ലേ, അവിടെ ചെന്നപ്പോൾ കുളിക്കാൻ തുടങ്ങിയപ്പോഴത്തേനും തല നനച്ചിട്ടില്ലേ, നമുക്കൊരു സുഖം ഉണ്ടായില്ല. അത് എപ്പോഴും കേട്ടോ. ഞാൻ എന്താണെന്നറിയില്ല, ഈ മഞ്ഞൊക്കെ കാരണം നല്ല മഞ്ഞാട്ടോ ഞങ്ങളുടെ അവിടേക്ക്. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ ഭയങ്കര തൊണ്ടവേദനയൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും ഇനി തലയും കൂടി നനച്ചിട്ടുണ്ടെങ്കിൽ, അപ്പോൾ ഉച്ചയൊക്കെ ആയപ്പോഴത്തേനും വെയിലും മങ്ങി, തലമുടി ഉണങ്ങിയിട്ടില്ല, നീരിറങ്ങിയിട്ടുണ്ടെങ്കിൽ പണി കിട്ടുമല്ലോ എന്ന് വിചാരിച്ച്, തൊണ്ടവേദന അധികമായെങ്കിൽ പണി പാളും. ഇനി കൂടെ നമുക്ക് പനിയും വരും. അപ്പോൾ അത് പേടിച്ചിട്ട് ഞാൻ തല നനയ്ക്കുന്നില്ല എന്നൊക്കെ വിചാരിച്ചിട്ട് കേട്ടോ അലക്കാനൊക്കെ പോയത്, കുളിക്കാൻ പോയത്. നോക്കുമ്പോൾ പിന്നെ നമുക്കൊരു സമാധാനമല്ല. ഏതായാലും തല കുളിച്ചിട്ടില്ലെങ്കിൽ പിന്നെ ഒരു സുഖം ഉണ്ടാവില്ലല്ലോ. അപ്പം അങ്ങനെ ഞാൻ എന്തായാലും തല നനച്ചു കേട്ടോ. നമുക്ക് മുടിക്കെട്ട് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും. ഞാൻ ആദ്യം തല നനയ്ക്കുന്നില്ല എന്നായിരുന്നു കേട്ടോ ഇന്നത്തെ പ്ലാന്. പക്ഷെ പ്ലാനൊക്കെ മാറ്റി കേട്ടോ. അപ്പം ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ പറഞ്ഞ നാടൻ, നമ്മുടെ സാധാരണക്കാരുടെ സ്വർഗം എന്ന് പറയുന്നത് കേട്ടോ. നമുക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉള്ളതുകൊണ്ട് സന്തോഷം പോലെ എന്നൊക്കെ പറയുന്നില്ലേ. എന്ന് പ്രത്യേകിച്ച് കറിയൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല. രാവിലെ ഒരു തക്കാളിച്ചാറും വെച്ചു, പിന്നെ തലേദിവസത്തെ മീൻ പൊരിച്ചതുണ്ടായിരുന്നു, അതൊക്കെ കൂട്ടിയിട്ട് കഴിക്കാന്നൊക്കെ വിചാരിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ വൈകുന്നേരം ഞങ്ങൾ എന്തൊക്കെ അമ്മ പ്ലാനൊക്കെ മാറ്റിയിട്ടുണ്ട് കേട്ടോ. എന്തെങ്കിലുമൊക്കെ മേടിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അമ്മ. അപ്പോൾ ഇനി മേടിക്കാൻ ക്യാഷ് കൊടുത്തുകൂടെ എന്താണെന്നൊന്നും അറിയില്ല കേട്ടോ. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ നമുക്ക് അടുത്തൊരു വീഡിയോ വ്ളോഗായിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ എന്തായാലും ഞാൻ പാലൊക്കെ അടുപ്പത്ത് വെച്ച്, പാല് ഗ്യാസിലാട്ട വെച്ച്, പാലൊക്കെ തിളച്ച് വന്നപ്പോൾ ഞാൻ എന്ത് ചെയ്തു എന്ന് പറയാം, കറണ്ട് അടുപ്പിൽ വേഗം ചായ വെച്ചു. അപ്പോൾ രണ്ടിലും മാറി മാറിയൊക്കെ വെക്കുമ്പോൾ നമുക്ക് ഗ്യാസും ലാഭമാണ്. പക്ഷേ കറണ്ട് അടുപ്പിൽ വെക്കുമ്പോൾ വേറെ നമ്മൾ പ്രത്യേകിച്ച് വേറെ ഒന്നും വെക്കുന്നില്ല, ഒരു ചായ മാത്രമായിട്ടേ വെക്കുള്ളൂ. പിന്നെ കുട്ടിക്ക് എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് വെള്ളം മേല് കുളിക്കാനോ എന്തിനെങ്കിലുമൊക്കെ വെള്ളം വെക്കുക എന്നല്ലാണ്ട് നമ്മളെപ്പോഴും അങ്ങനെ കറണ്ടടുപ്പിലും അങ്ങനെ നമ്മൾ ഉപയോഗമൊന്നുമില്ല കേട്ടോ. പിന്നെ ആദ്യമൊക്കെ പാല് കാച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പാൽ ഒരു ദിവസം അറിയാതെ കട്ട പിടിച്ച പാലുണ്ടാവില്ലേ, നമ്മൾ അത് ഫ്രീസറിൽ വെച്ചിട്ട് നമ്മൾ കടയിൽ നിന്ന് കൊണ്ടുവന്നപ്പോഴത്തേനും അങ്ങനെ വെച്ചിട്ട് ചൂട് കൂടിയിട്ട് എന്താണെന്ന് അറിയില്ല കേട്ടോ, പാൽ അങ്ങനെ കരിഞ്ഞു പോയി. പിന്നെ എനിക്ക് അതിൽ വെച്ച് പാല് കാച്ചാനേ എനിക്ക് പേടി കേട്ടോ. പിന്നെ നമ്മൾ ഇളക്കി കൊണ്ടേ ഇരിക്കണം. പിന്നെ കട്ടിയുള്ള പാലായതുകൊണ്ട് പെട്ടെന്ന് അടി പിടിക്കും കേട്ടോ. അതുകൊണ്ട് ഗ്യാസിൽ തന്നെ ഇപ്പോൾ അധികം പാല് കാച്ചൽ കേട്ടോ. ചായ മാത്രമേ ഉള്ളൂ കേട്ടോ വെക്കാം. വേറെ എന്തും വെച്ചാലും ശരി കേട്ടോ, പെട്ടെന്ന് അടി പിടിച്ചു പോകും. അതുകൊണ്ട് ഒരു ടെൻഷൻ കാരണം അങ്ങോട്ട് ഒന്നും ഇതിൽ വെക്കാറുമില്ല കേട്ടോ. അങ്ങനെ ചായയൊക്കെ ആയിട്ടോ. അങ്ങനെ ചായ എന്തായാലും ഇനി ഒന്ന് അരിച്ചെടുക്കട്ടെ കേട്ടോ. അമ്മയ്ക്കും എനിക്ക് മാത്രം മതിയല്ലേ, ഞാൻ കുറച്ച് ചായ ഇട്ടോ വെച്ചിട്ടുള്ളൂ. പക്ഷെ എന്നാലും വേണ്ടില്ല, നമുക്ക് അര കപ്പ് ചായയൊക്കെ വേണം കേട്ടോ. ചായ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രാന്താണ്. അത് രാത്രിയൊന്നുമില്ല, പകലൊന്നുമില്ല, രാവിലെയൊന്നുമില്ല, വൈകുന്നേരമൊന്നുമില്ല കേട്ടോ. നമുക്ക് അങ്ങനെ എപ്പോഴാ ചായ കുടിക്കാൻ തോന്നി അപ്പം നമ്മൾ ചായ വയ്ക്കും. അതാണ് നമ്മുടെ ഹോബി എന്ന് പറയുന്നത് കേട്ടോ. അപ്പം അങ്ങനെ എന്തായാലും ഞാനിത് ചായയൊക്കെ ഒന്ന് അരിച്ചെടുക്കണം. പിന്നെ കടി പ്രത്യേകിച്ച് കടിയൊന്നുമില്ല കേട്ടോ. ഇന്ന് പച്ചക്കടലയാണ് കേട്ടോ. നിങ്ങളിവിടെ ഇരിക്കുന്ന കണ്ടില്ലേ, ഒരു ചെറിയൊരു ഡപ്പയിൽ പച്ചക്കടല. എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ ഇങ്ങനെ എന്തെങ്കിലും ചായക്ക് ഇങ്ങനെ കുറിക്കണതൊക്കെ. പിന്നെ ഈ ബേക്കറി പറയുന്ന മിച്ചറോ മുറുക്കോ അങ്ങനെയൊക്കെ തിന്നുമ്പോൾ നമുക്ക് എന്താണെന്നറിയില്ല, ഗ്യാസ് ഇതിന് കടലയും ഗ്യാസ് തന്നെയാണ്. പക്ഷെ നമുക്ക് ഇത്രയും ഒരു ഇതുണ്ടാവില്ല കേട്ടോ. അത് കഴിക്കുന്ന അത്ര എനിക്ക് അത്ര ഫീൽ ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഞാൻ അതധികം കഴിക്കാറില്ല കേട്ടോ. ഇത് കഴിക്കുമ്പോൾ അധികം ഗ്യാസ്ട്രബിളിൻ്റെ പ്രശ്നങ്ങളൊന്നും വരാറില്ല കേട്ടോ. അങ്ങനെ ചായയൊക്കെ ആയി. അങ്ങനെ ഉമ്മർത്ത് വന്നിട്ട് ഞാനും അമ്മയും കൂടി ചായ കുടിക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ചു. അമ്മ അവിടെ അങ്ങനെ ഇരുന്നിട്ട് പുറത്തേക്ക് നോക്കി ഇങ്ങനെ തന്നെ വർത്താനം പറയുകയൊക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ ഇന്നത്തെ വ്ളോഗ് എന്നൊക്കെ പറയുന്നത് ഇത്രയേ ഉള്ളൂ കേട്ടോ. നമ്മുടെ സാധാരണക്കാരുടെ നമ്മുടെ സ്വർഗ്ഗ വീടാണ് കേട്ടോ. അതേപോലെ തന്നെ സ്വർഗ്ഗത്തിലെ വിശേഷങ്ങളൊക്കെ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്, സ്കിപ്പ് ചെയ്യാതെ കാണുക. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ നമ്മളിന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, അതേപോലെ ഹൈപ്പ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത് കാണുന്നവരേക്കും ടാറ്റാ ബൈ.